സംസ്ഥാനത്തെ കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റികളിൽ അധ്യക്ഷൻ ഉപാധ്യക്ഷൻ തെരഞ്ഞെടുപ്പ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ വി രാജേഷും കൊച്ചിയിൽ വി മിനിമോളും കോഴിക്കോട് സദാശിവനും നയിക്കും. പാലാ നഗരസഭയിൽ ചെയർപേഴ്സണായി ചുമതലയേറ്റ് ദിയ ബിനു പുളിക്കക്കണ്ടം. കണ്ണൂർ കോർപ്പറേഷൻ മേയറായി ചുമതലയേറ്റ് പി ഇന്ദിര. ഉപാധ്യക്ഷന്മാർക്കുള്ള തെരഞ്ഞെടുപ്പ് ഉച്ച കഴിഞ്ഞ്. തൃശൂർ കോർപ്പറേഷൻ മേയറായി ചുമതലയേറ്റ നിജി ജസ്റ്റിൻ. വിവാദങ്ങൾക്കിടെ കോൺഗ്രസിന് വോട്ട് രേഖപ്പെടുത്തി ലാലി ജെയിംസ്. മേയർ സ്ഥാനം നൽകിയില്ലെന്ന ആരോപണത്തിൽ ഉറച്ച ലാലി ജെയിംസ്. കെ സി വേണുഗോപാൽ ഗ്രൂപ്പിലെ ചിലർ തന്നെ തഴഞ്ഞെന്നും ആക്ഷേപം. ഗാന്ധിയുടെ കൂടെ പോറ്റിയുടെ ഫോട്ടോ ഉണ്ടെന്നുള്ളൊരു ആരോപണം ഉന്നയിച്ചു. ഞാൻ ചോദിയുടെ മുഖ്യമന്ത്രിയുടെ കൂടെ ഫോട്ടോ ഉണ്ടല്ലോ, ഞങ്ങൾ മുഖ്യമന്ത്രി സ്വർണ്ണക്കൊള്ളയിലെ പ്രതിയാണെന്ന് ഞങ്ങൾ പറഞ്ഞു. ആ സ്വർണ്ണക്കൊള്ള മറച്ചു പിടിക്കാൻ വേണ്ടി ഫോട്ടോയുടെ കാര്യം പറഞ്ഞിട്ട് എന്താ കാര്യം? സോണിയാഗാന്ധി പോറ്റി ചിത്ര വിവാദത്തിൽ മുഖ്യമന്ത്രിക്ക് മറുപടിയുമായി പ്രതിപക്ഷ നേതാവ്. മുഖ്യമന്ത്രിയുടെ ആരോപണം യഥാർത്ഥ പ്രശ്നത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള ശ്രമമെന്ന് വി ഡി സതീശൻ. സോണിയാഗാന്ധിയുമായി ആർക്ക് വേണമെങ്കിലും ഫോട്ടോ എടുക്കാമെന്നും പ്രതിപക്ഷ നേതാവ്. മുഖ്യമന്ത്രിയുടെ ആരോപണം വില കുറഞ്ഞതെന്നും വി ഡി സതീശൻ. മണ്ഡലപൂജയ്ക്ക് അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തങ്കയങ്കി വഹിച്ചുള്ള രഥഘോഷയാത്ര ഇന്ന് സന്നിധാനത്തെത്തും. വൈകിട്ട് തങ്കയങ്കി ചാർത്തി ദീപാരാധന നടത്തും. മണ്ഡലപൂജ നാളെ രാവിലെ. ഇന്നും നാളെയും ഭക്തർക്ക് നിയന്ത്രണം. തൃശൂർ പേരാമംഗലത്ത് 58-കാരനെ സഹോദരന്റെ മകൻ കൊലപ്പെടുത്തി. കൊല്ലപ്പെട്ടത് പേരാമംഗലം സ്വദേശി പ്രേമദാസ്. സഹോദരന്റെ മകൻ മഹേഷ് കസ്റ്റഡിയിൽ. കൊലപാതകം മദ്യലഹരിയിൽ. രാജ്യത്ത് വർദ്ധിപ്പിച്ച ട്രെയിൻ യാത്രാ നിരക്ക് പ്രാബല്യത്തിൽ. ഓർഡിനറി ക്ലാസുകൾക്ക് കിലോമീറ്ററിന് 1 പൈസയും നോൺ AC ക്ലാസുകളിൽ കിലോമീറ്ററിന് 2 പൈസയും കൂട്ടി. നിരക്ക് വർദ്ധിപ്പിച്ചത് 215 കിലോമീറ്ററിന് മുകളിലുള്ള യാത്രയ്ക്ക്. കേരള വിഷന്റെ 3ാമത് ടെലിവിഷൻ അവാർഡ് വിതരണവും മെഗാ ഷോയും ഇന്ന്. പരിപാടി വൈകിട്ട് അങ്കമാലി അറ്റ്ലക്സ് കൺവെൻഷൻ സെന്ററിൽ. സിനിമ സീരിയൽ രംഗത്തെ പ്രതിഭകളും രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പങ്കെടുക്കും. ഇന്ത്യ ശ്രീലങ്ക വനിതാ T20 പരമ്പരയിലെ 3ാം മത്സരം ഇന്ന്. മത്സരം രാത്രി 7 മണിക്ക് തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ. പരമ്പര ലക്ഷ്യമിട്ട് ഇന്ത്യ ഇറങ്ങും.